2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ, അതിനകത്ത് ഞാനൊന്ന് 2 പോയിന്റുകൾ മെൻഷൻ ചെയ്ത് പറഞ്ഞിരുന്നു. കേരളത്തിലെ മീഡിയയും നാഷണൽ മീഡിയയും ഒക്കെ കാശ്മീരി മുസ്ലിംസിനെ പറ്റി, ഈ പറയുന്ന കൊല്ലപ്പെട്ട രാമചന്ദ്രൻ്റെ മകളുടെ സ്റ്റേറ്റ്മെന്റ് കേരളത്തിലെ മീഡിയ ഒക്കെ പോയി അവിടെ പോയി കാശ്മീരിൽ പോയി. എത്ര മനോഹരമാണ് കാശ്മീരി മുസ്ലിങ്ങൾ, സ്നേഹം കൊണ്ട് തുളുമ്പുന്നു. അതിലൊന്ന് 2 ഈ കുതിര സവാരി നടത്തിയവർ കേരളത്തിൽ വന്നിട്ട് അവർക്ക് അവരുടെ പെങ്ങളായ ആരതി, ആ പെൺകുട്ടിയെ കാണണം, അങ്ങ് വാർന്നൊലിക്കുകയാണ്. അപ്പം ആ പോകുന്ന ട്രാക്കിൽ നിന്നൊക്കെ വിരുദ്ധമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു. ഞാൻ പറഞ്ഞു, ഈ കാശ്മീരി മുസ്ലിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയും. അപ്പം അതിൻ്റെ താഴെ പല ആൾക്കാരും, എനിക്കറിയത്തില്ല, എന്നെ വിമർശിച്ചുകൊണ്ട്, അങ്ങനല്ല, അതിങ്ങനാണ്, അതങ്ങനല്ല, അതെങ്ങനെയാണ്. പിന്നീട് ഓരോ ദിവസത്തെ ഡെവലപ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അതായത് അവിടെ സ്ലിപ്പ് റൈഡുണ്ട്. അപ്പം അവിടെ അത് റൈഡ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്തവൻ അറിയാം അവിടെ ഭീകരന്മാർ വന്നു വെടിവെക്കാൻ തുടങ്ങി, അവൻ അറബിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ഈ കുതിരക്കാരനാണെങ്കിലും മറ്റുള്ളവർ, ഇവർക്കൊക്കെ ഈ സംഭവം അറിയാം. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊന്നും പലർക്കും വിശ്വാസമായില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഇൻസിഡൻറ്റ് വന്നിട്ട് കാശ്മീരിൽ പോയി റിപ്പോർട്ട് ചെയ്തിട്ട് ലോകത്തില്ലാത്ത കാര്യങ്ങൾ വളരെ മഹോത്തരം, മേന്മ, മാട, കോട, മണ്ണാങ്കട്ട. ലിസൺ കെയർഫുള്ളി. എനിക്ക് 30 വർഷത്തിൽ മുകളിലായിട്ട് ഡൽഹി നാഷണൽ ജേർണലിസം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. എനിക്ക് കാശ്മീരികളെ ശരിക്കും അറിയാം. 30 വർഷം എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും കൂടുതൽ ചെലവഴിച്ച് ഞാൻ മാഗസിൻ ജേർണലിസം, സ്പെഷ്യൽ സ്റ്റോറീസ്, ഇൻവെസ്റ്റിഗേഷൻ. അപ്പം എനിക്ക് മാഗസിൻ സ്റ്റോറികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു റിപ്പോർട്ടർ പോയി പെട്ടെന്ന് മൈക്ക് എടുത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടർ പോയി അത് കണ്ടിട്ട് അത് പെട്ടെന്ന് റിപ്പോർട്ട് വൈകുന്നേരം അയക്കുക, ഇതൊന്നുമല്ല. എനിക്കെപ്പോഴും ഇൻഡെപ്തായിട്ട് പഠിക്കാൻ എൻ്റെ ഓർഗനൈസേഷൻ സമയം തരും. 2 ആഴ്ച, 3 ആഴ്ച, 1 മാസം, 2 മാസം. അപ്പം അങ്ങനെ ആ ഇൻഡെപ്ത് റിപ്പോർട്ടിംഗ് ആണ് ഞാൻ അവിടെ പോയി ഉണ്ടാക്കുന്നത്. ഒരു ഭാഗത്ത് പോയി കഴിഞ്ഞ് ഒരാളെ കണ്ട് ഒരു ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ട്, അപ്പം അതിനെപ്പറ്റി ശരിക്കും ഞാൻ പഠിച്ച ഒരാളാണ്. കാശ്മീരി ടെററിസം, അവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയെ പറ്റി. അതിനുശേഷമാണ് ഇങ്ങനെ നിങ്ങളിങ്ങനെ പാടി പുകഴ്ത്തി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു അതല്ല, തെറ്റാണ്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങളെ സുഖിപ്പീർ ജേർണലിസ്റ്റ് അല്ല. ഇന്നൊന്ന് പറയുക, നാളെ മാറ്റി പറയുക, 2 ദിവസം വീണ്ടും മാറ്റി പറയുക, പിന്നെ മാപ്പി ചോദിക്കുക. എൻ്റെ ഒറ്റ സ്റ്റാൻഡേ ഉള്ളൂ. എൻ്റെ ഒറ്റ സ്റ്റാൻഡ് എന്ന് പറയുന്നത് വ്യക്തമായ ക്ലാരിറ്റിയൊക്കെ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരുന്ന വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് എൻ്റെ കൺവിക്ഷനാണ്. അത് ഞാൻ മാറ്റത്തൊന്നുമില്ല. അതായത് ഞാൻ വേണ്ടാത്ത ആൾക്കാരെ പുകഴ്ത്താനോ അവനെ PR അടിക്കാനോ, പെട്ടെന്ന് ഇത് കണ്ടു കഴിഞ്ഞിട്ട് കുതിരക്കാരൻ ഭയങ്കരം, അവൻ്റെ സ്നേഹം ഭയങ്കരം, ഹോട്ടലുകാരൻ്റെ സ്നേഹം അതിനേക്കാളും, ടാക്സി ഡ്രൈവർ അതിനേക്കാളും, കാശ്മീരി മുസ്ലിങ്ങളുടെ സ്നേഹം ഒഴുകുന്നു. ഇതൊക്കെ നോൺസെൻസാ. എനിക്ക് ഇമാരെ ശരിക്കും അറിയാം. എനിക്ക് കാശ്മീരി ടെററിസ്റ്റുകളിലെ ലീഡേഴ്സ്, ഗിലാനി, മറ്റേ കാശ്മീർ മുജാഹിദ്, ഈ ലീഡേഴ്സിനൊക്കെ പേഴ്സണലായി പരിചയമുണ്ട്. ഇവർക്കൊക്കെ എന്നെ പേഴ്സണലി അറിയാം. ഇവരൊക്കെ ഉള്ളിലിരിപ്പ് എന്തുവാന്ന് എനിക്കറിയാം. ഇവരൊക്കെ ഡൽഹി വരുമ്പോൾ എന്നെ വിളിപ്പിച്ച് ഞാൻ കാണാറൊക്കെ പോകും. കാരണം അവരെന്തൊക്കെയാണ്, അവരുടെ പാർട്ട് എന്താണ്, അതറിയാൻ പോകുന്നതിനാണ്. അപ്പം അത്രയും എക്സ്പീരിയൻസ് ഉള്ള എന്നോട് നിങ്ങൾ അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ, സത്യം പറഞ്ഞ് എനിക്ക് നിങ്ങളുടെ മൂഢത്വം, അല്ലാതെ നിങ്ങളുടെ പൊട്ടത്തരം, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാശ്മീർ എന്ന് പറഞ്ഞ് ഇന്നലെ ഉണ്ടായ ഇഷ്യൂ ഒന്നുമല്ല. കാശ്മീരി അവിടെ കാണുന്ന രാഷ്ട്രീയക്കാർ, അവിടെ ഭരിക്കുന്ന രാഷ്ട്രീയക്കാർ,
അവിടുത്തെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇവന്മാരിൽ എനിക്ക് കൃത്യമായിട്ടറിയാം ആരാര എന്നത് ഇന്നതാണ്. അതിനകത്ത് BJP പ്രവർത്തിക്കുന്ന കാശ്മീരി മുസ്ലിംസ്, ഇവരൊക്കെ എനിക്കറിയാം. ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പും അറിയാം അവരെന്താണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ അടുത്തിടയ്ക്ക് കാണുന്ന ഓരോ സംഭവങ്ങളില്ലയോ, അവരെ പിടിച്ചു, ഇവരെ അറസ്റ്റ് ചെയ്തു, അവിടെ ഉണ്ടായിരുന്നു, ഇവർക്ക് മുഴുവനും പ്ലാൻ ചെയ്തതാണ് ഈ പറയുന്ന അറ്റാക്ക്. അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. കാരണം അങ്ങനെ ഐസൊലേറ്റഡ് ഏരിയയിൽ അവിടെയുള്ള പോലീസിന് കൈയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവിടെയുള്ള പല പോലീസ് ഒഫീഷ്യൽസിനെയും, അതായത് ജമ്മു ആൻഡ് കാശ്മീരിലുള്ള ഒഫീഷ്യൽസിനെ എനിക്ക് നേരിട്ടറിയാം. അവിടെ JNKയിലുണ്ടായിരുന്ന ഒരു ഹിന്ദു, ഒരു സീനിയർ പോലീസ് ഓഫീസർ, അപ്പം അയാളുടെ മകൾ എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനവിടെ പോകുമ്പോൾ താമസിക്കുമ്പോൾ അയാൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. അയാൾ ഇരുന്ന ഹാർഡ് കോർ ഹിന്ദുത്വവാദിയൊന്നുമല്ല, അയാൾ ഒരു മര്യാദക്കാരനായ ഒരാളാണ്. കാരണം അയാളുടെ പിതാവ് അവിടെ തന്നെ എഞ്ചിനീയറായിരുന്നു, അവിടുത്തെ പബ്ലിക് വർക്ക്സിലൊക്കെ. അപ്പം ഈ ഓഫീസർ ഈ പറയുന്ന ഹിന്ദുത്വവാദിയൊന്നുമല്ല, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാളാണ്. അയാൾ ഓരോ കാര്യങ്ങൾ ഓരോരുത്തരെ പറ്റി പറയാം അവിടെ. അതേപോലെ തന്നെ മരിച്ചുപോയ മലയാളിയായ ഓഫീസർ NIAയുടെ ഡയറക്ടറായിരുന്നു, അദ്ദേഹം JNKയുടെ ഓഫീസറായിരുന്നു. പുള്ളി പറഞ്ഞു തന്നിട്ട് ഇതിനെപ്പറ്റി എന്തൊക്കെയാണ് അവിടുത്തെ സംഭവം, എന്തുകൊണ്ടാണ് അവിടെ ഈ ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പുള്ളി പറഞ്ഞു തന്നിട്ടില്ലേ. എനിക്ക് ഗ്രൗണ്ടിൽ അറിയാം ഈ സംഭവം എന്തുവാണ്. അവിടുത്തെ പോലീസുകാർ, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ, അവിടുത്തെ പൊളിറ്റീഷ്യൻ, അവിടെ ഇപ്പം ഭരിക്കുന്ന ഒമർ അബ്ദുള്ളയുടെ പാർട്ടിക്കാരൻ, ഇവരൊക്കെ ഈ പറയുന്ന ആന്റി ഇന്ത്യയാണ്. ഇവർ ഒരു കാരണവശാൽ ഇന്ത്യ ഡൈജസ്റ്റ് ചെയ്തിട്ടില്ല. അത് ആദ്യം അങ്ങ് തലയ്ക്കകത്തിട്. അവിടെ നടക്കുന്ന ഓരോ ആക്രമണം അവിടെ ലോക്കൽ സപ്പോർട്ടോടു കൂടിയാണ് ചെയ്യുന്നത്. ഞാൻ വേറെ കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേർക്കറിയാം ഈ കാശ്മീരിൽ അറ്റാക്ക് ചെയ്തിട്ട് ഇതേപോലെ ഭീകരന്മാരിങ്ങനെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു പോകുന്നു? നിങ്ങൾ കേട്ടിട്ടുണ്ടോ എത്രമാത്രം ലോക്കൽസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്? ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുക, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലോക്കൽസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് കയറി അറസ്റ്റ് ചെയ്തിട്ട്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അധികം ലോക്കൽസിനെ തൊടാൻ അവിടെയുള്ള പൊളിറ്റീഷ്യൻസ്, അവിടെ ഭരിക്കുന്ന പോലീസിൻ്റെ ഉന്നത അധികാരികൾ സമ്മതിക്കില്ല, തൊടാൻ പറ്റത്തില്ല അവരെ. കാരണം പോലീസ് ഉൾപ്പെടെയാണ് അറ്റാക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. ഇത് ബേസിക്കലി കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസിനും അവിടുത്തെ PDP ഇവരെല്ലാം ഇൻവോൾവ് ആണ് ഈ അവിടുത്തെ അറ്റാക്കിൽ. അല്ല, നിങ്ങൾ ഈ വിഡ്ഢിത്തരമൊന്നും കയറി പറയരുത്. കാരണം എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ ആലോചിക്കുക. എത്ര വർഷം ഈ കോൺഫ്ലിക്റ്റ് സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാനിത്. ഇന്നലെ കയറിയ സംഭവം അറിയുന്നതാണ് കാശ്മീർ ഇഷ്യൂ. കാശ്മീരിലുള്ള ടെററിസ്റ്റുകൾ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? അപ്പൊക്കെ ലോക്കൽസിൻ്റെ സപ്പോർട്ട് എവിടം വരെ കിട്ടും? അവിടെ അഡ്മിനിസ്ട്രേഷൻ സപ്പോർട്ട് എങ്ങനെ കിട്ടും? ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഉള്ളുകള്ളികൾ അറിയാവുന്നൊരു കക്ഷിയാണ് ഞാൻ. അതേപോലെ പല കാശ്മീരീസും ഡൽഹിയിൽ, കാരണം പഠിക്കാനും ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ വന്ന് പഠിക്കുന്ന കക്ഷികളൊക്കെ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. നേരത്തെ JNUവിൽ ഒരു നക്സലൈറ്റ് വിദ്യാർത്ഥി ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു നേതാവ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ്റെ ഒരു സുഹൃത്ത്, ഇപ്പം ഐസ എന്ന് പറഞ്ഞിട്ട് പൊളിറ്റിക്കൽ ഇപ്പം ഇവരെന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും. അപ്പം അങ്ങനെ ഞാൻ ഒരിക്കൽ ഇവനൊരു കുറച്ച് ആൾക്കാരെ അവൻ്റെ വീട്ടിൽ ചെറിയൊരു പാർട്ടി വെച്ചിട്ടുണ്ട്. അപ്പം കാശ്മീരിൽ കുറച്ച് ലീഡേഴ്സ് നിന്നിട്ടുണ്ട്, വരാമെന്ന് ചോദിച്ചു. ഞാൻ വൈകിട്ട് അവനെ കാണാൻ വേണ്ടി ഞാൻ ഈ പറയുന്ന ഹോസ്കാസിൽ, അവൻ വേറെടുത്ത് വെച്ച പരിപാടി നടത്തുന്നത്. അന്ന് ഞാൻ കണ്ടൊരു സംഭവം പറയട്ടെ. അവൻ വർക്ക് ചെയ്യുന്ന എവിടെ, നേതാവ് ഐസ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നക്സലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാർത്ഥി യോഗി. അവൻ ആരെയൊക്കെ വിളിച്ച് കംപ്ലീറ്റ് ഹാർഡ് കോർ സെപ്പറേറ്റിസ്റ്റ് ഗ്രൂപ്പിൻ്റെ ലീഡേഴ്സ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാശ്മീരിൽ അഡ്മിനിസ്ട്രേഷനിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ, അതായത് കാശ്മീരി JNK ഭവനുണ്ട്, കേരള ഹൗസ് പോലെ തന്നെ അവിടെ, അതിനകത്തുള്ളവർ. അന്നാ ഞാൻ മനസ്സിലായി ഇതിനകത്തുള്ള പൊളിറ്റിക്കൽ പാർട്ടിക്കകത്ത് മുഴുവനും ഇവർ നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. അത് സെയിം സംഭവമാണ്
കേരളത്തിലെ PFI, SDP, ഇവിടുത്തെ എല്ലാ സെക്ടറിലും കയറിയിട്ടുണ്ട്. ഇത് ഞാൻ പറയാൻ തമാശയൊന്നുമല്ല. അതേപോലെ നിങ്ങൾ കണ്ടു കാണും അവിടെ ഈ കാശ്മീരി കൊല്ലപ്പെട്ട ആൾക്കാരുടെ ടൂറിസ്റ്റുകൾ, അതിൻ്റെ ഏറ്റവും കൂടുതൽമാരുണ്ടാക്കിയ ഫേബ്രിക്കേറ്റഡ് പേരുകൾ, ഏറ്റവും കൂടുതൽ മുസ്ലിം പേരുകൾ. ഇതൊക്കെ പ്ലാൻഡ് ആണ് മുഴുവനും. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് പെട്ടെന്ന് മുളച്ചു വന്ന ഒന്നുമല്ല. വെൽ പ്ലാൻഡ് ആണ് ഈ സംഭവങ്ങൾ. JD വാൻസ് വരുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ പോകുന്നു, ടൈംസ് ചൂസ് ചെയ്യുന്നു. അതിനുവേണ്ടിയുള്ള ഫെസിലിറ്റീസ് മുഴുവൻ ലോക്കൽസും അവിടെ ഉള്ളവരെല്ലാം കൊടുക്കുന്നു. ഇപ്പോഴാണ് അവിടെ കാശ്മീരി ടെററിസ്റ്റുകൾ 3-4 പേരുടെ വീട് തകർത്ത് കളഞ്ഞത്. നേരത്തെ എന്താ ചെയ്തിട്ടില്ല? എല്ലാവർക്കും അറിയാം അവരുടെ വീട് അവിടെ. ഞാൻ ഈ ടെററിസ്റ്റുകളുടെ വീടുകളിൽ പോയിട്ടുണ്ട്. നേരത്തെ ആർക്കും അറിയത്തില്ലായിരുന്നു. അറിയാം. മോദി ഗവൺമെന്റ് വന്ന ശേഷം, ബലാക്കോട്ടിന് ശേഷമാണ് ഈ കാശ്മീരികൾക്കെതിരെയുള്ള ശക്തമായ ആക്ഷൻ വരുന്നത്. അതിനു മുമ്പ് ആക്ഷൻ ഇല്ല. അവിടെ പെൺകുട്ടികൾ ഇറങ്ങി വന്നിട്ട് പട്ടാളക്കാരെ എറിയുന്നു, എന്തൊക്കെ ഡ്രാമയാണ് നടത്തുന്നതെന്നറിയും. ഈ ഡ്രാമയെല്ലാം കണ്ട ഒരാളാണ് ഞാൻ. ഇന്ന് പോയിട്ട് മൈക്കും ബുക്കും പിടിച്ചോണ്ട് കാശ്മീർ സ്വന്തം കോപ്പ്. കാശ്മീർ എന്ന് പറയുന്ന സാധനത്തെ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ചെയ്തെടുക്കാൻ സമയമെടുക്കും. അത് പെട്ടെന്ന് ഒരു ഷെൽഫിൽ ഇരിക്കുന്ന സാധനമല്ല മേടിച്ചോണ്ട് വന്ന് കാണിക്കാൻ. റൂട്ടായിട്ട് കംപ്ലീറ്റ് അത് വേര് പറിച്ചെടുത്ത് ദൂരെ കളയാൻ അതിന് സമയമെടുക്കും. അതേപോലെ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഡ്രാമ കാണുമ്പോൾ ഞാൻ ചിരിച്ചു പോകും. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നേതാക്കൾ മണ്ണാങ്കട്ടെ. ഞാൻ വളരെ ഹാർഡ് കോറാണ് ഈ കാര്യത്തിൽ. അതാ ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ സുപ്പീരിയർ ജേർണലിസ്റ്റ് അല്ല. എനിക്ക് സ്ട്രെയിറ്റ് ആണ്. കാരണം ഞാൻ എൻ്റെ പ്രൊഫഷനെ, എൻ്റെ കൺട്രി ഞാൻ ഓണസ്റ്റായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പം അതിനകത്ത് ഇതേപോലെയുള്ള തരികിടകളൊക്കെ കയറി വന്ന് കഴിയുമ്പോൾ ഞാൻ ചിരിച്ചു. അതുകൊണ്ടാണ് മറ്റുള്ളവർ പോകുന്ന ട്രാക്കിലല്ല എൻ്റെ പോക്ക്. അപ്പം അതിനെ എതിർക്കുന്ന പല ആൾക്കാരും കൊണ്ടുണ്ട്, യൂഷ്വൽ. അതുകൊണ്ടാണ് ഞാൻ പല ആവർത്തി പറഞ്ഞത്, നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇത് ചെയ്യുന്നത്. എൻ്റെ കൺവിക്ഷനാണ് ഞാൻ പറയുന്നത്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ വിട്ടുപോകും. എനിക്ക് 1% പോലും നിർബന്ധമില്ല, ഒന്നുമില്ല എൻ്റെ വീഡിയോ കാണണമെന്ന്. എൻ്റെ കണ്ടന്റ് എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നു. പബ്ലിക്കിനെ സൂചിപ്പിക്കാനോ ടെററിസ്റ്റുകളെ സൂചിപ്പിക്കാനോ അതിനെ അനുകൂലിക്കുന്നവരെ സൂചിപ്പിക്കാൻ വേണ്ടിയല്ല ചെയ്യുന്നത്. ഇന്ത്യൻ മണ്ണിൽ നിന്ന് ടെററിസം പിഴുതു മാറ്റണം. അതാണ് എൻ്റെ അജണ്ട എന്ന് പറയുന്നത്. ആ അജണ്ടയുടെ കൂടെ നിൽക്കുന്നവർ മാത്രം എൻ്റെ കൂടെ നിന്നാൽ മതി.